രാഷ്ട്രീയ പകപോക്കലിന്റെയും വ്യക്തിവൈരാഗ്യത്തിന്റെയും പേരിൽ ഒരു ജീവൻ കൂടി ഇല്ലാതായിരിക്കുന്നു. മനക്കപ്പാടം ഇലവങ്കൽ ടോമി ജാൻസി ദമ്പതികളുടെ മകൻ +1 വിദ്യാർത്ഥിയായ മനു ടോമി. ചെറുപ്പത്തിൽ തന്നെ നീന്തലറിയാവുന്ന മനു ഒരിക്കലും പോലീസ് പറയുന്നത് പോലെ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കില്ല. മനുവിൻ്റെ മരണം ഒരു അസ്വാഭാവിക മരണമാണ്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അറ്റത്തെ ഭാഗത്താണ് മനു എന്ന് പറഞ്ഞ യുവാവ് മരിച്ചു കിടന്നത്. ജാൻസിയും കുടുംബത്തെ ഇല്ലാതാക്കാൻ 30 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തൊരു വ്യക്തി എന്നതിലുപരി ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കിടയിലുണ്ട്. ഞാൻ കൊല്ലും കൊലയുടെ ആളല്ല, എനിക്കെൻ്റെ ആവശ്യം എന്താണ്? മനുവിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ മനു എൻ്റെ അത്രയും സ്നേഹിതനാണ്, എൻ്റെ കൂട്ടുകാരാണ്. എടാ പപ്പായെന്ന് തന്നെ വിളിക്കാറുള്ളൂ. അത്രയ്ക്ക് ഞങ്ങൾ കൂട്ടാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു. പള്ളിയിലാണെങ്കിലും എല്ലാ കാര്യത്തിലും മുന്നിലായിരുന്നു. ഇവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെറിയ മോനെ ഞാൻ വളർത്തിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അവനായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മ. ഞാൻ എന്ത് കാര്യത്തിന് പോയാലും അവനായിരുന്നു അവന് ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്. മൈന ഒരു കച്ചറ കുട്ടിയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എപ്പോൾ കണ്ടാലും വർത്താനം പറയും, അവിടെ പോകുന്ന ചേച്ചി വിശേഷങ്ങൾ ചോദിക്കുകയും നല്ലൊരു മോനായിട്ടാണ് എനിക്ക് തോന്നിയത്, എൻ്റെ മോനെ പോലെ തന്നെ. അവൻ്റെ ക്ലാസ് ടീച്ചർ ഒരു ഫാദറായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ സ്കൂളിൽ ചെല്ലുമ്പം മനു ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ മനു പോരില്ല. മിഷീൻ്റെ അവിടെയാണ് ബസ് ഇറങ്ങിയിട്ട് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ആരെങ്കിലും വയസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ പിള്ളേരോ കുട്ടികളെ എടുത്തോരങ്ങാനും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കടത്തി വിട്ടിട്ട് വേണം അവന് സ്കൂളിൽ വരാൻ. അങ്ങനത്തെ ഒരു സ്വഭാവമാണെന്ന് പറയും. അത് വീട്ടിലെ എല്ലാ സാധനങ്ങളും വാങ്ങുന്നതും മറ്റേ സ്കൂളിൽ പൈസ അടയ്ക്കുന്ന എല്ലാം ഉണ്ണിക്കും എനിക്ക് വേണ്ടി എല്ലാ പൈസ അടയ്ക്കുന്ന ചേട്ടനായിരുന്നു. അങ്ങനെ ഒരു കുടുംബനാഥനെ പോലെ കുടുംബത്തോ എല്ലാ ഉത്തരവാദിത്തോടുകൂടി അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അനിയന്മാരുടെ കാര്യം ഒക്കെ നോക്കിയായിരുന്നു അവനും ഞാനൊക്കെ കൂടിയിട്ടാണ്. എല്ലാ കാര്യത്തിനും ഒരുമിച്ചല്ലെങ്കിലും ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ കുറച്ച് പൈസ കൊടുക്കാണ്ട് ജാൻസിക്ക് അന്ന് അത് പോയി മേടിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു. എനിക്ക് കാശിന് അത്യാവശ്യം കൊണ്ട് കോളേജിൽ പോകാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഈ പൈസ മേടിക്കാൻ പോയി. ഞാൻ പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മുറ്റത്ത് നിന്ന് പന്ത് കളിക്കുന്നുണ്ട്. ജൂലൈ 28 ഉച്ചയ്ക്ക് ശേഷം ആരോ ഫോൺ വിളിച്ചു. കുട്ടി വീട്ടിൽ നിന്ന് പോയി. പിന്നീട് അന്വേഷിച്ചിട്ട് എവിടെയും കണ്ടെത്തിയില്ല. അവൻ്റെ കൂട്ടുകാരോ മറ്റുള്ളവരോ ഒന്നും ഫോൺ വിളിച്ചിട്ട് അവർക്ക് ആർക്കും അവനെ കണ്ടെത്താനോ അവനോട് സംസാരിക്കാനോ സാധിച്ചില്ല. അന്ന് രാത്രി ഫുള്ളായിട്ട് വിളിക്കണം, നമ്പർ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ. പിറ്റേ ദിവസം രാവിലെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നീന്തൽ പഠിക്കാൻ വന്ന കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കരയ്ക്ക് അവൻ്റെ വസ്ത്രങ്ങളും ഫോണും കണ്ട് അറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവൻ്റെ ഫോൺ എത്രയും വേഗം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. കാരണം ആൾ മരിച്ചു. പിന്നീടാണ് അറിയുന്നത് ബോഡി കിട്ടി. ഇതാണ് പീച്ചി ഡാമിൻ്റെ സ്വിമ്മിംഗ് പൂള്. ഇതിന് തൊട്ടടുത്താണ് ഡാം ഷട്ടറും കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെയാണ് പീച്ചിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കുകയും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അറ്റത്തെ ഭാഗത്താണ് മനു എന്ന് പറഞ്ഞ യുവാവ് മരിച്ചു കിടന്നത്. അന്ന് നിലവിൽ ഇതിനകത്ത് വെള്ളം ഓൾറെഡി നിറഞ്ഞെടുക്കായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നീന്തലറിയാവുന്ന മനു ഒരിക്കലും പോലീസ് പറയുന്നത് പോലെ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കില്ല.
എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? മനു മരിച്ച ദിവസം ഈ അറ്റത്തായിരുന്നു ബോഡി കിടന്നുകൊണ്ടിരുന്നത്. ആ അറ്റത്തെ ബോഡി കൈ ഒരു മേളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയായിരുന്നു. ഇതായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. മനുവിൻ്റെ മരണം ഒരു അസ്വാഭാവിക മരണമാണ്. അതായത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഇതാണെന്ന് ഈ നാട്ടിൽ മുഴുവൻ പറയേണ്ടതുണ്ട്. 2010 ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളുടെ ഒരു ജലനിധിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. PV പത്രോസ ആദ്യത്തെ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് പാണഞ്ചേരി പഞ്ചായത്തിലെ ജലനിധി എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നത്. പാണഞ്ചേരി പഞ്ചായത്തിൽ പീച്ചിയിലാവുമ്പോൾ മണലിപ്പുഴയൊക്കെ ഉണ്ടായിരുന്നു. കുടിവെള്ളത്തിന് ഭയങ്കര വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് പരിഹരിക്കാൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ജലനിധി പദ്ധതി. അത് 2500 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു. പക്ഷേ അത് എവിടെ എത്തിയില്ലായിരുന്നു. അതിന് സ്ഥലം, ലാൻഡ് പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല 5 വർഷത്തെ ഭരണത്തിനിടയ്ക്ക്. ചെറുകിട പദ്ധതികൾ തീർന്നു കഴിഞ്ഞപ്പോൾ മേജർ പദ്ധതിയുടെ സമയമായപ്പോഴേക്കും എനിക്ക് മറ്റേ രാജിവെക്കേണ്ടി വന്നു. ജലനിധി പ്രൊജക്റ്റിൽ ഞാൻ ഒരു 5.25 വർഷം അതിൻ്റെ ട്രഷറായിട്ട് ജോലി ചെയ്തിരുന്നു. ജോലിയല്ല, ഒരു സേവനം. 2005 ഇത് ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങി. അതിൽ വ്യാപകമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. 5000 കുടുംബങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതി ഏതാണ്ട് 2000 താഴെ 1500 താഴെ ആളുകൾക്കാണ് അതിൻ്റെ വെള്ളം കിട്ടിയത്. ഒരു 7.5 കോടി രൂപയായിരുന്നു അതിന് ഈ പദ്ധതി തുടങ്ങുന്ന സമയത്ത് പൈസ. അത് കഴിഞ്ഞ് വീണ്ടും അത് പദ്ധതി പറഞ്ഞ സമയത്ത് തീരാത്ത കാരണം കൊണ്ട് വീണ്ടും 2 കോടിയും കൂടി അനുവദിച്ച് അത് 9.5 കോടിയോളം രൂപയുണ്ടായിരുന്നു. മനുവിന്റെ അമ്മ ജാൻസി ട്രഷറായി സേവനം ചെയ്തിരുന്ന പഞ്ചായത്തിലെ ഭാരവാഹികളും എതിർ പാർട്ടിക്കാരും തമ്മിലുണ്ടായ ഒരു തർക്കം, അതിന്റെ തുടർക്കഥയായിരുന്നോ മനുവിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനും കാരണമായത്? ജലനിധി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പൈപ്പ് ഇറക്കലും അതിൻ്റെ എന്തൊക്കെയോ സാധന സാമഗ്രികൾ ഇറക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല ഈ ജാൻസി. ഇവിടെ പൈപ്പ് കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ അത് മുഴുവൻ തുരുമ്പെടുത്ത് നമ്മൾ ഓർഡർ ചെയ്ത പൈപ്പല്ല വന്നത്. അപ്പോൾ ഞാൻ വന്ന് കണ്ടു, മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി, ഞാനും പ്രസിഡൻറ്റും ശക്തമായിട്ട് തന്നെ ഞങ്ങൾ എതിർത്തു. ഈ പൈപ്പ് ഇവിടെ ഇടാൻ പറ്റില്ല, ഇത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് 2.5 ലക്ഷം രൂപയോളം അങ്ങാണ്ട് ഇതിൻ്റെ ട്രാവലിംഗ് ചാർജിൽ നഷ്ടം വരും. കയറ്റിറക്ക് കൂലി തന്നെ 50,000 രൂപ കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പൈപ്പ് ഇറക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് നഷ്ടമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ നഷ്ടമല്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ, ഞങ്ങൾ 10 പൈസ കൈക്കൂലി മേടിച്ചിട്ടോ അല്ലെങ്കിൽ ശമ്പളം മേടിച്ചിട്ടോ ഇരിക്കുന്നവരല്ല. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതിവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇവിടുന്ന് കയറ്റി വിട്ടു. അങ്ങനെയുള്ള പല സാമ്പത്തിക തിരിമാറികളും ഇതിൻ്റെ മുന്നിലായിട്ട് ഉള്ളിലായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. ജലനിധി എന്ന കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർ പാർട്ടിക്കാരുമായി ഉണ്ടായ തർക്കങ്ങൾ ശാരീരിക മാനസിക പീഡനങ്ങൾ വരെ എത്തി. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളും വേറൊരു 7 മെമ്പറും കൂടിയിട്ട് ഇതിൻ്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ ഉപദ്രവിക്കുക. എന്നെ അല്ല, മൊത്തമായിട്ട് എല്ലാതും അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നത്തെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും എനിക്കുമൊക്കെ പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ചെല്ലുമ്പോൾ ജാൻസി അവിടെ ഇല്ല. ജാൻസി ഞങ്ങൾ ചെല്ലുന്നതോടുകൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. ജാൻസി ആയിട്ട് ഒന്നും അവിടെ പറയേണ്ട വന്നിട്ടില്ല. അതിൽ എൻ്റെ വലത്തെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അടി കിട്ടി, ബ്ലഡ് കോട്ടായി. അങ്ങനെ കലക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് എനിക്ക് ബോധം പോയി. എന്നെ ഒരു ഹാർട്ട് ഹോസ്പിറ്റലിൽ അവിടുന്ന് കൊണ്ടുപോയി. അതങ്ങനെ തന്നെ അവിടുന്ന് തന്നെ കേസായിട്ട് പോയി. എൻ്റെ കയ്യിൽ അതിൻ്റെ CD ഉണ്ട്. ഇവരെ കയ്യേറ്റം ചെയ്തു എന്നും ഇവരെ ഇവരെ ഷോളറ് പിടിച്ച് തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പരാതി അവർ പോലീസിൽ കൊടുത്ത് അവർ ആസ്പത്രി പോയി കിടന്നതായിട്ട് റെക്കോർഡ് ഉണ്ടാക്കി. ഞാനായിട്ടൊരു കേസ് ആരുടെയും പേരിൽ വ്യക്തിപരമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ അത് കേസായി പോയി കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ഈ വ്യക്തികൾക്ക് മുഴുവനും നമ്മളോട് പൂർണ്ണമായിട്ടൊരു ശത്രുതയായി. ഇതിൻ്റെ അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിനും
അന്നത്തെ വിജിലൻസ് വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ഞങ്ങൾ അന്ന് കൊടുത്തിട്ടുണ്ട്. വിജിലൻസ് അന്വേഷിച്ച് ഈ കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിരോധം മാത്രമായിരിക്കാം. കേസ് പിൻവലിക്കാൻ പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യവും എന്നെ പലരും സമീപിച്ചിരുന്നു. പക്ഷേ കേസ് അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല, ഇതിങ്ങനെ ഒരു ഓഫീസിൻ്റെ കാര്യമാണ്, ജനങ്ങളുടെ കാര്യമാണ്, അതുകൊണ്ട് കേസ് എനിക്ക് അങ്ങനെ തന്നെ പിൻവലിക്കാൻ പറ്റില്ല, ഞാൻ എഴുതി കൊടുത്തിരിക്കുന്ന കേസല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവരെങ്ങനെ എന്തെല്ലാം വിധത്തിൽ എന്നെ തേജോവധം ചെയ്യാൻ പറ്റുമോ, ഏതെല്ലാം തരത്തിൽ എനിക്ക് മാനഹാനി ഉണ്ടാക്കാൻ പറ്റുമോ, അതെല്ലാം അന്നത്തെ ഈ ഭാരവാഹികൾ ചെയ്തു. ജാൻസി ആയിട്ട് അവിടെ ഇപ്പം നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ജാൻസി ആയിട്ടൊരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. അല്ല, ജാൻസി അന്ന് തൊട്ടുണ്ട് ഈ SLEC കമ്മിറ്റിയിലുണ്ട്. ജാൻസി ട്രഷററാണ്. ജാൻസി ഒപ്പിടാണ്ട് ചെക്ക് മാറാൻ പറ്റില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 8 പേരാണ്. അവരുടെ കൂടെയുള്ള ഗ്രൂപ്പും കൂടിയപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്നെ എത്തിച്ചു. ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവരുടെ ശ്രമം. പക്ഷെ അതിന് സാധിച്ചില്ല. അതിന് എൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാത്രി പോലും ഞങ്ങൾ അമ്മയും മക്കളും സ്വൈര്യമായിട്ട് കടന്നുറങ്ങിയിട്ടില്ല. ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കൂട്ടിനുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പട്ടികളുണ്ടായിരുന്നു, 3 നായ്ക്കളുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. 3 എണ്ണത്തിനെയും കൊന്നു കളഞ്ഞു. അതിനുശേഷം കുപ്പി വലിച്ച് ചെറിയൊരു ടെറസ് വീടായിരുന്നു, അതിന് മുകളിലേക്ക് മധുക്കുപ്പി വലിച്ചെറിയുക, സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് ബീഡി വലിച്ച് അതിൻ്റെ കുറ്റികളെല്ലാം അവിടെ ഇട്ട് നിക്ഷേപിച്ചിട്ട് പോവുക. അവിടെ എല്ലാ അയൽപ്പക്കക്കാരായിട്ടും അലോകിയായിരുന്നു. തൊട്ട അയൽവാസി അവരെ വീട്ടിൽ കയറി മലമൂത്ര വിസർജനം ചെയ്തെന്ന് മറ്റേ പീച്ചി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ജാൻസി മലമൂത്ര വിസർജനം ചെയ്തു വെക്കും, നേരം വെളുത്താൽ വാതിൽ തുറക്കാൻ പറ്റില്ല. അങ്ങനെ തീർത്ത ആ അവസ്ഥയിലെത്തി കഴിഞ്ഞപ്പോൾ പലരോടും ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. രേഖാമൂലം പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തില്ല. പലരോടും പറഞ്ഞു, കാരണം രേഖാമൂലം കൊടുത്താലും പോലീസ് അവരുടെ കൂടെ നിൽക്കുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാവുന്നത് കൊണ്ടായിരുന്നു ഞാൻ കൊടുക്കാതിരുന്നത്. ജാൻസി ഇതിനകത്ത് ഒരു കക്ഷിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ജലനിധി പദ്ധതി നടന്ന അഴിമതി. എൻ്റെ ഹസ്ബൻഡിനെ ഗൾഫിൽ നിന്ന് ഇവിടെ ലീവിന് വന്ന സമയത്തായിരുന്നു. അയാൾ നല്ലൊരു പ്ലംബറാണ്, ഫിറ്ററാണ്. അപ്പോൾ ആളെയും കൂടി കോൺട്രാക്ടർമാരുമായിട്ട് കണക്ട് ചെയ്തിട്ട്, പഞ്ചായത്തായിട്ടോ SLEC ഓഫീസുമായിട്ടല്ല, അതിൻ്റെ കോൺട്രാക്ടർ എടുത്തിരിക്കുന്ന ഗാലക്സി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ കോൺട്രാക്ടർ തിരുവനന്തപുരത്തുള്ളവരായിരുന്നു ഇതിൻ്റെ കരാർ എടുത്തിരുന്നത്. അവരുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലാൾ പണിതു. പഞ്ചായത്തിൻ്റെ GP വന്നിട്ടാണ് ചേട്ടനോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ പണി ചെയ്യരുത്, നിങ്ങൾ ഇത് മാറണം. അടുത്ത ഭരണം വരാൻ പോണത് സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പാണ്. സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ UDF ഇവിടെ ഭരണത്തിൽ വരും, അപ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ പറഞ്ഞു, ഇത് രാഷ്ട്രീയം കളിക്കേണ്ട ഒരു കാര്യമല്ല, ഞാനടക്കം കുടിവെള്ളം കിലോമീറ്ററോളം പോയി ചുമന്നു കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഈ പണി കഴിഞ്ഞ് ചെന്നിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് വെള്ളം ചുമന്നു കൊണ്ടുവരാൻ, അതുകൊണ്ട് ഞാൻ ഈ പണി ചെയ്യൂന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ടോമിനെ നീ ആ പണിക്ക് അയക്കരുതെന്ന് പറഞ്ഞു. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ജാൻസി, അതുകൊണ്ട് നീ ഇതിന് നിൽക്കരുതെന്ന് പറഞ്ഞു. തനിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ ജാൻസി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആ പരാതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ യുവ നേതാക്കന്മാർ രംഗത്തെത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം ഉടനെ തന്നെ അവിടുത്തെ അന്നത്തെ SI അബ്ദുൽ അസീസ് എന്നായിരുന്നു അങ്ങോട്ട് പേര്. അദ്ദേഹം പറഞ്ഞു, നീ ആരാടി, നീ എന്തിനാ ഇങ്ങോട്ട് ഈ പരാതിയും കൊണ്ട് വന്നിരിക്കുന്നത്, നീ മേലാൽ ഇവിടെ ഒരു പരാതിയും കൊണ്ട് വരില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ മാത്രം അകത്തേക്ക് കയറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഒരു പരാതിയായിട്ട് ഞാൻ ഈ സ്റ്റേഷനിൽ കയറി വരില്ല എന്ന് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. നിർബന്ധിച്ച് അവിടെ ഒപ്പിടിക്കാൻ വേണ്ടി അവർ നോക്കി, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ എന്നെ കുറേ അപസഭ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിരവധി ആളുകളുടെ പേരിൽ ആ നാട്ടിൽ പരാതി കൊടുത്ത് നാട്ടുകാർ ഒറ്റക്കെട്ടായി മാസ് പെറ്റീഷൻ കൊടുത്ത്, ഈ 2 സംഭവത്തിലും മാസ് പെറ്റീഷൻ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. മാസ് പെറ്റീഷൻ ഉണ്ടാക്കിയ അതിൻ്റെ കോപ്പി എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് മാസ് പെറ്റീഷൻ ഉണ്ടാക്കിയത് ആരോടും കാരണങ്ങൾ പറഞ്ഞില്ല, വേറെ എന്തോ പറഞ്ഞ് ഒപ്പ് ശേഖരണം നടത്തി. അതിന് ശേഷം അതിനകത്ത് മാറ്റർ എഴുതി ചേർത്തു. അപ്പോൾ ഒപ്പിട്ടേക്കണേൻ്റെ മുകളിൽ കൂടിയാണ് മാറ്റർ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണേ. അങ്ങനെ ചെയ്തിട്ട് തീർത്തും വൃത്തിഹീനമായ രീതിയിലൊരു മാസ് പെറ്റീഷൻ ഉണ്ടാക്കിയിട്ട് എന്നോട് വീണ്ടും സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. അതിനകത്ത് ചെയ്തിരിക്കുന്നത്, ഞാൻ അവിടെ അനാശാസ്യ പ്രവർത്തനം നടത്തുകയാണ്, അതുകൊണ്ട് തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഗുണ്ടകളെ കൊണ്ടുവന്ന്
മറ്റുള്ള വീടുകൾ കയറി ആക്രമിക്കുകയാണ്. അങ്ങനെ പരാതി കൊടുത്ത് അവിടെ ജീവിക്കാൻ പറ്റാത്ത കള്ളപ്പരാതികൾ കൊടുത്ത് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് ഇവിടെ സ്വന്തം വീടിട്ട് ജാൻസിക്ക് ചെന്നായിപ്പാറ പോയി താമസിക്കേണ്ടി വന്നു. അതിനുശേഷം പീച്ചി പ്രദേശത്ത് വന്ന് താമസിക്കുകയും അതിൻ്റെ ഭാഗമായി എന്നിട്ടും അവർക്ക് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ അവരുടെ ഭർത്താവ് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇവരെ ഇവിടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഞാൻ ഇവരെ വിദേശത്തേക്ക് വിളിച്ചുകൊണ്ട് പോയത്. അത് പോയി 4 മാസം തികയുന്നതിനേക്കാളും മുമ്പ് മോനിത് സംഭവിച്ചു. നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയായതിനെ തുടർന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് ടോമിയുടെ അടുത്തേക്ക് ജാൻസി തിരിച്ചപ്പോൾ അവിടെയും എത്തി വധഭീഷണിയുമായി ഫോൺ കോളുകൾ. ബിനോയ് തുരുത്തേൽ എന്ന് പറഞ്ഞ ആള് അയാൾ ചേട്ടനെ വിളിച്ചിട്ട് ഗൾഫിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നീയും നിൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്ന് കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാത്ത നഷ്ടം ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് നേരിട്ട് ഭീഷണി എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ മരണത്തിൻ്റെ 1 മാസം മുമ്പ് ഭീഷണി ഉണ്ടായിരുന്നു. അത് നിങ്ങളിവിടെ തിരിച്ചു വന്ന് ജാൻസിനെ നിങ്ങൾ തിരിച്ചു വിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഉള്ളവരെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീഷണി. 3 മക്കളുള്ളതിൽ ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ അവർ വരുമോ എന്ന് ചോദിച്ചു. ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു നഷ്ടം നിങ്ങൾക്ക് തരൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് വരാനോ കേസ് പിൻവലിക്കാനോ സാധിക്കില്ല. അപ്പോൾ വീണ്ടും ഭീഷണിയുടെ സ്വരം വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നെങ്കിൽ നീ ചെയ്തോ. ജാൻസിയെയും കുടുംബത്തെ ഇല്ലാതാക്കാൻ 30 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തൊരു വ്യക്തി എന്നതിലുപരി ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കിടയിലുണ്ട്. മാരക്കൽ ഭാഗത്തുള്ള ഒരു ബിനോയ് എന്ന് പറഞ്ഞ ഒരാൾ ഇവരെ വിളിച്ച് ഫോണിൽ, ഇവർ വിദേശത്തായിരുന്ന സമയത്ത് ജാൻസിയും ഭർത്താവും വിദേശത്തായിരുന്ന സമയത്ത് അവരോട് ഫോണിൽ വിളിച്ച് പറയേണ്ടായിട്ടുണ്ട് 30 ലക്ഷം രൂപ ചാണകക്കുഴി പത്രോസേട്ടൻ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ മാത്രമേ ഇവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ, ബാക്കിയുള്ള പൈസ എൻ്റെ കയ്യിലിരിക്കും. ഞാൻ കൊല്ലും കൊലയുടെ ആളല്ല. എനിക്കെൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് 3 പെൺമക്കളും ഒരു മകനും ഉണ്ട്. ആ പറഞ്ഞ വ്യക്തിയെ പോലീസ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചോദ്യം ചെയ്യേണ്ടത്. അത് വെറും തമാശയായിട്ടുള്ള രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത്. ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും കരുതി കൂട്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നടന്ന പോലെ അത് നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രം, മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല, ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബിനോയിനെ സ്വാധീനിച്ച് നീ ഇവിടെ വന്ന് ഈ കേസ് ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ നിനക്ക് വലിയ ഭവിഷ്യത്തുണ്ടാകും എന്ന് പറഞ്ഞു. അവർ വരാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ബിനോയെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞിട്ടാണ് അവർ ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുത്തിരുന്നത്. സ്വിമ്മിംഗ് പൂളിൽ വീണ മനുവിന് നീന്തൽ അറിയാത്തത് കൊണ്ട് സംഭവിച്ച മരണമാണെന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ മനു നീന്തൽ പഠിച്ചിരുന്നുവെന്നും മനുവിന് നന്നായി നീന്തൽ അറിയാമെന്നും വീട്ടുകാർ തറപ്പിച്ചു പറഞ്ഞതോടെ ആദ്യം പറഞ്ഞ പ്രസ്താവനയിൽ നിന്നും പോലീസ് പിന്മാറുന്നു. നന്നായി നീന്തുവാൻ വശമുണ്ടായിരുന്ന കുട്ടിയും ഇങ്ങനെയൊരു ദാരുണമായ അന്ത്യം സംഭവിക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ല. പുഴയിൽ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോകും കടവിൽ. അപ്പോൾ കുളിക്കാൻ പോകുമ്പം ഞാൻ നന്നായിട്ട് നീന്തും. അപ്പോൾ അവനും എൻ്റെ കൂടെ നീന്തൽ അങ്ങനെ ഞാനാണ് അവനെ നീന്തൽ പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണെങ്കിൽ വെള്ളം കുടിച്ച് മരിക്കുന്ന ബോഡികൾ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ ബോഡി മുങ്ങിയെടുക്കുന്ന ഒരാളുമാണ്. എൻ്റെ കൂട്ടുകാരും എൻ്റെ അനിയന്മാർ ഈ ബോഡി കണ്ടിട്ടുണ്ട്. എന്നാൽ വെള്ളം കുടിച്ചെന്ന് തോന്നണ്ടേ? അവൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു നിസ്സാര വെള്ളം 3.5 മില്ലി വെള്ളം മാത്രമാണ് അവൻ്റെ ഉള്ളിലുള്ളൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നത്.
പീച്ചി ഡാമിൽ പതിവിൽ കൂടുതൽ വിസിറ്റേഴ്സ് വന്നിരുന്നതും അതേ ദിവസം തന്നെയാണ്. വിസിറ്റേഴ്സ് കൂടുതൽ ഉണ്ടായിരുന്നത് മൂലം 6 മണിക്ക് പൂട്ടാറുള്ള ഡാം അന്ന് പൂട്ടിയത് 8 മണിക്കാണ്. പക്ഷേ ആ സമയത്തെങ്ങും ആരും തന്നെ മനുവിനെ ആ ഭാഗത്ത് കണ്ടിട്ടേയില്ല. ഇവനെ അവിടെ ആരും കണ്ടവരായിട്ട് പറയുന്നില്ല. പിന്നെ ഇവൻ്റെ ഈ വസ്ത്രങ്ങളും മൊബൈലും വിലപിടിപ്പുള്ള മൊബൈലും എല്ലാം അവിടെ ഇരുന്നിട്ട് പോലും ഒരാൾ പോലും ഇത് കണ്ടിട്ടില്ല. അന്നത്തെ സെക്യൂരിറ്റി 8:30-ക്ക് ശേഷമാണ് സ്വിമ്മിംഗ് പൂള് ലോക്ക് ചെയ്ത് പോയെന്നാണ് പറയുന്നത്. പോകുന്ന സമയത്ത് അയാൾ ടോർച്ച് അടിച്ച് നോക്കിയെന്ന് പറഞ്ഞു എല്ലായിടത്തും. അതിന് ശേഷമാണ് എല്ലാ ദിവസവും സ്വിമ്മിംഗ് പൂൾ അടച്ച് പോവുള്ളൂ എന്ന് പറഞ്ഞു. സാധാരണ 6:30 ആകുമ്പോൾ അടയ്ക്കാറുണ്ട്. അന്ന് 8:30-ന് ശേഷമാണ് വിസിറ്റേഴ്സിൻ്റെ കൂടുതൽ കൊണ്ട് അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ ആ സമയത്തും ഇവൻ്റെ മൊബൈലോ അല്ലെങ്കിൽ ഡ്രസ്സോ ചെരുപ്പോ ഒന്നും ആരും കണ്ടിട്ടില്ല. പിറ്റേ ദിവസം ഇതെങ്ങനെ അവിടെ വന്നു എന്നറിയില്ല. നല്ലതുപോലെ മഴ പെയ്തിരുന്ന ദിവസമായിരുന്നിട്ടും മനുവിന്റെ വസ്ത്രങ്ങളും ഫോണും ഒന്നും നനഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മനുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ആ മേളിലിരിക്കുകയും അന്ന് നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു. അന്ന് ആ ഡ്രസ്സ് നനയാതെ ആ സൈഡിലായിരുന്നു ഇരുന്നത്. എത്ര ഇതായിട്ട് അരുകത്തിരുന്നാൽ പോലും ഊത്തടിച്ചിട്ടെങ്കിലും അതിലൊരു തുള്ളി വെള്ളം വീഴും. എന്നാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കേസിന്റെ എഫ്ഐആറിൽ പോലീസ് പറയുന്നത് മനു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനുവിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശമില്ല എന്നും പറയുന്നു. എഫ്ഐആറിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു? പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ ക്രൂരമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയിരിക്കുന്നത്. ഇവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഇവൻ മദ്യം കഴിച്ചു എന്നോ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് കഴിച്ചു എന്നൊന്നും അതിനകത്ത് കാണാനില്ല. പറഞ്ഞ് കേട്ടിട്ടുള്ളത് കുട്ടി അല്പം മറ്റേ ലഹരിയുടെ ഇതുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. മനുവ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മുമ്പിൽ അവൻ മദ്യപിച്ച് വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇനിയിപ്പോൾ അവൻ്റെ കൂട്ടുകാർ പിള്ളേരും അങ്ങനെ മദ്യപിക്കുന്ന പിള്ളേരൊന്നും അല്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോലും ഇവരോട് ജാൻസിയും ടോമിയും അടക്കം ഉള്ള ആളുകൾ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തിനീ ഈ കേസിൻ്റെ പുറകിൽ നടക്കുന്നു? നിങ്ങൾക്ക് ഇവിടുന്ന് സ്നേഹരൂപത്തിലും അല്ലാതെയും പോലീസ് പറയുന്നുണ്ട് എന്തിനീ കേസിൽ നടക്കുന്നു, നിങ്ങൾക്ക് ഇവിടുന്ന് സ്ഥലം വിറ്റ് വേറെ ഏതെങ്കിലും പ്രദേശത്ത് പോയി താമസിച്ചുകൂടെ എന്ന് വരെ പോലീസ് പറയുന്നുണ്ട്. പോലീസ് അതിനു വേണ്ടിയുള്ളവരല്ലല്ലോ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള വിഭാഗമാണ് പോലീസ്. മനുവിന്റെ കേസിനെ കുറിച്ച് അറിയണമെന്ന് ആവശ്യപ്പെട്ട മനുവിന്റെ അമ്മയോട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ തീർത്ത് നിരുത്തരവാദപരമായി സംസാരിച്ചതായി പറയുന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസ് നിലകൊള്ളേണ്ടതെന്ന സത്യം ഇനി എന്നാണ് നമ്മുടെ പോലീസുകാർ മനസ്സിലാക്കുക? കേസിൻ്റെ ഭാവിയെ കുറിച്ചിട്ട് കേസ് ഞങ്ങൾ പീച്ചി പോലീസ് ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് കേസിനെ കുറിച്ച് അറിയണം, കേസ് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? നിങ്ങളെ പോലെയുള്ള പിള്ളേർ തന്നെയാണ്, നിങ്ങളുടെ മക്കളെ പോലെയുള്ള പിള്ളേർ തന്നെയാണ്. അവരെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത്? ഇത് അങ്ങനെ സംഭവിച്ചു, അവൻ വെള്ളത്തിൽ വീണ് മരിച്ചു. ഇനിയിപ്പോൾ അവരെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ അവരെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ട, തരാൻ പറ്റില്ല എന്നാണ്. മനുവും ആൽബിൻ എന്ന് പറഞ്ഞൊരു പയ്യനും കൂടിയാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ അന്ന് എത്തിയെന്ന് പറഞ്ഞത്. ഈ ആൽബിൻ എന്ന് പറഞ്ഞ പയ്യൻ 4 ദിവസമുള്ള പരിചയമാണ്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആൽബിൻ എന്ന പയ്യൻ്റെ പേര് പറയുന്നെങ്കിലും ഇന്നുവരെ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ അന്വേഷണം ഉണ്ടായിട്ടില്ല. അതിനുശേഷം 5-8 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ലെറ്റർ കിട്ടി IGD ഓഫീസിൽ നിന്ന്. ഇത് മുങ്ങിമരണമാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കേസിനെ അന്വേഷിക്കാൻ കേരള പോലീസിനെ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസീനെ ഏൽപ്പിക്കാൻ. അതിനുശേഷമാണ് മനുവിൻ്റെ അമ്മയായിട്ടുള്ള ജാൻസിയും ആളുടെ ഹസ്ബൻഡും കൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നല്ല രീതിയിലാണ് നടന്നിരുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ. അത് നല്ല രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായുള്ള സർക്കിൾ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി. കേട്ടില്ലേ? നമ്മുടെ പോലീസ് മേധാവികളോട് ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കേസ് തെളിയുന്നാവുമ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന ആ ഒരു ഏർപ്പാട് എന്നാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതാകാൻ പോകുന്നത്? പക്ഷെ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും എങ്ങനെയാണ് അവനിത് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. എന്തിനു വേണ്ടിയിട്ട് ചെയ്തു, ആർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തതെന്നുള്ളത് അറിയണം.
രാഷ്ട്രീയ സ്വാധീനവും പണത്തിന്റെ സ്വാധീനവും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തും നടത്താം. ഏത് അന്വേഷണവും തകിടം മറിക്കാം. ആരെ വേണമെങ്കിലും വകവരുത്താം. എന്തിന്? നീതിയുടെ കാക്കക്കുപ്പായി അണിഞ്ഞവരെ പോലും വിലയ്ക്ക് വാങ്ങാം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന പ്രതീക്ഷയുമായി ശേഷം ഇനി നാളെ രാത്രി 10:30